ഈ സഭയിൽ നിന്നിട്ട് ഇപ്പം എന്നെ കാണിക്കാനാ? എങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇനിയിപ്പോൾ സഭയില്ലേലല്ലേ കുഴപ്പം? ഈ അവസ്ഥയിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക, നീ എനിക്ക് ഏറ്റവും പ്രിയനാണ്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ നിനക്ക് ഉത്തരം കിട്ടും. ഈ ഉത്തരം കിട്ടുവാനായി നീ കാത്തിരിക്കണം. കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കണമെങ്കിൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിനക്ക് കിട്ടും. സുവിശേഷം 6:33. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ നിൽക്കുന്ന ദൈവത്തെ കാണണമെങ്കിൽ ഒന്നാമതായി പാപത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞ് വിശുദ്ധ കുമ്പസാരത്തോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നിന്റെ തളർന്ന കൈ ബലപ്പെടും. രണ്ടാമത്, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ കുഴഞ്ഞ മുഴങ്കാലുകളും ഉറപ്പിക്കപ്പെടും. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എല്ലാം മാറാനായ പെരുന്നാൾ ഞായറാഴ്ചയും ഈ പെരുന്നാൾ തന്നെയാണ്. അതായത് നീ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരുവനും നിന്റെ ദേശം മോഹിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ അസൈൻമെന്റ് ക്രിസ്ത്യാനികൾ കൊടുത്തിരിക്കുന്നത് എന്താ? സകല ജാതികൾക്കുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ക്രിസ്ത്യാനികൾക്കല്ല. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെയും പേഴ്സണൽ കഴിവല്ല. ദൈവം നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നീ അവരെല്ലാം നിന്റെ സഹോദരനെ പോലെ സ്നേഹിക്കണം, നിന്റെ സഹോദരനെ പോലെ കരുതണം, അവരുടെ വിഷമങ്ങളിൽ നീ പങ്കുകാരനാകണം. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെ ഞാൻ പൂരിപ്പിക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പൂരിപ്പിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല.